എടാ അന്തോണിയെ, ഇവിടെ എന്താടാ ഗീവറസ് പുണ്യാളച്ചന്റെ പെരുന്നാളാണോ? ദീപക്കാഴ്ച പോലുള്ള ലൈറ്റുകൾ കത്തിച്ചിട്ടേക്കണേ. കൊച്ചമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൊച്ചേനെ കൊണ്ടാക്കാൻ കുട്ടികളോ ഇല്ല. എന്നാ പിന്നെ വെട്ടോയിലിരുന്നോട്ടെ. രണ്ട് ചെറുത് കടുമാങ്ങയും തൊട്ടുകൂട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നെ ഉണ്ടായിക്കോളും. മേരിക്കുഞ്ഞേ, എടി മേരിക്കുഞ്ഞേ, കഥക് ചവിട്ടി പൊളിക്കാതെ ബെല്ലടിക്കണ്ട മുതലാളി. എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട്. അത് ഫാദർ കൊടുക്കുവോ? ഇല്ലല്ലോ. ആ മേരിക്കുഞ്ഞേ, ഓ എടി മേരിക്കുഞ്ഞേ, എടി ഈ തീവട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നേ? വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ, വെട്ടം പുറത്തേക്ക് വരില്ലേ? ദൈവം സഹായിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ വരാൻ കൊച്ചമ്മ. പിന്നെ സെമിനാരിന്ന് ആ വട്ടപ്പാറയച്ചന്റെ കത്തുണ്ടായിരുന്നു. എന്തിന്? അല്ലേ ഇങ്ങനെ എന്നെ വർത്താനം ഈ പറയുന്നേ? ദത്തെടുക്കാൻ പറ്റിയ കുട്ടികൾ വേണമെന്ന് നമ്മളല്ലേ ഇന്നാൾ അങ്ങേരോട് പറഞ്ഞേ? നമ്മളല്ല, നീ. ആ ഞാനെങ്കിൽ ഞാൻ. എനിക്കാണല്ലോ ഇപ്പൊ ആവശ്യം. ആ കുട്ടിയുടെ കാര്യം ശരിയായിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ കാണാവുന്ന. മേരിക്കുഞ്ഞേ, നീ എന്റെ കുഞ്ഞല്ലേ, കുഞ്ഞുമോള്. ഞാൻ നിന്റെ മോനല്ലേ. എന്റെയും നിന്റെയും സ്നേഹം പങ്കുവച്ചു പോകുന്നത് ഞാൻ സഹിക്കില്ല. അച്ചായോ, ക്ലോസറ്റും വാഷ് ബേസിനും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ. ഓരോ തവണയും ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉടക്കിടും. ഇത്തവണ ഞാനത് സമ്മതിക്കത്തില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പം എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നേ. അല്ല, അതിപ്പോ മാറ്റി പറയാൻ ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് സെമിനാരിൽ പോവാം, വട്ടപ്പാറ കാണാം. അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഒരു ചുക്കും ആലോചിക്കാനില്ല, ഒക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുളിക്കണേ പോയി കുളിച്ചാച്ചി ഒന്ന് കഞ്ഞൂടി. എന്റെ ഗീവറിസ് പുണ്യാളച്ചോ, ഒരെണ്ണെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോ തനിക്ക് താമൊന്ന് രണ്ട് ആമ്പറന്നോന്മാര്, അതിലൊന്ന് ചട്ടനും. നടക്കുകയല്ല ആ പ്രസ്ഥാനം, ഇവിടെ നടക്കുകയല്ല. ഞാൻ പറയുന്നത് അച്ഛൻ ഒരു പുല്ലും പറയണ്ട. പോ. കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരിക്കുഞ്ഞെ, എണീറ്റേ എണീറ്റേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെ? നമുക്ക് സംസാരിക്കാം. മേരിക്കുഞ്ഞെ, നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തു വെച്ചെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കന് ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കേ ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ? എന്തിനാ അച്ഛോ എനിക്ക് രണ്ടെണ്ണം? എടോ, ചത്ത് തൊലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ. തലയ്ക്ക് പിടിക്കാൻ ഒരുത്തം മതി, കാലിന് നാട്ടുകാർ പിടിച്ചോളൂ. മേരിക്കുഞ്ഞെ, നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുണം കാണണോ? അച്ഛോ, ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് വലിയ അന്യായാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് കൊടുക്കോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ? മേരിക്കുഞ്ഞെ, ഈ രണ്ടു പിള്ളേര് ഇണപിരിയാത്ത കിളികളെ പോലെയാ. ഒരുത്തനെ വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആന് സമ്മതിക്കുമോ? ഇനി ആന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഇതല്ലാതെ ഒറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ, സിംഗിൾസ്. അപ്പൊ വിളിക്ക്, ഞങ്ങൾ വരാം. വിട്ടോ, സ്റ്റാൻഡ് വിട്ടോ. എടോ പറയിച്ച, ഞാൻ ഏതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തീരെയില്ല. കരുണ കൊണ്ടൊന്നും പറയാതെ മനുഷ്യ. അച്ഛൻ പോയി സംസാരിക്കേ. ഇങ്ങനൊരു